അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് നമുക്കായി ഒരുക്കി തന്ന ആ വലിയ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേട്ട നല്ല സാക്ഷ്യങ്ങളിലെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം കേട്ട ആ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ആ ദൈവ വചനത്താൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വിഷയത്തിനകത്തും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേർതിരിക്കുവാൻ കഴിയത്തില്ല. ഒരു ശക്തിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തകർക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഇന്ന് അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലാണ്. സ്തോത്രം. അതേപോലെ തന്നെ കാലങ്ങൾ കൊണ്ട് നമ്മൾ ദൈവമക്കൾ ദൈവസഭ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് മറുപടിയാണ് മഞ്ജുസിനെ ദൈവം കൊണ്ടുവന്നത്. അതിനെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബമായി അവർ കടന്നു വരട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഒരു ആരാധനയ്ക്ക് നമ്മൾ പോകുന്ന മുമ്പേ സ്തോത്രം ഞാനൊരു ചോദ്യം ചോദിക്കാം. സ്തോത്രം. നമ്മളെ കല്യാണം, ഇപ്പൊ എന്റെ കല്യാണം വന്നു. സ്തോത്രം. കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും പോകുന്നത്? എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ദിവസമായിരിക്കും എന്ന് കല്യാണ ദിവസം. ആണോ അല്ലേ? സാധാ ദിവസം പോലെ കാണും. ഓരോ വ്യക്തിയുടെ കല്യാണ ദിവസം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ദിവസമായിരിക്കും. ഇല്ലയോ? ആണോ ഇല്ലയോ? അല്ലേ? ചുമ്മാ നമ്മൾ സാധാ ദിവസം പോലെ ആയിരിക്കും അന്ന ദിവസം കാണുന്നത്. ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ദിവസമായിരിക്കും, ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമായിരിക്കും, ഏറ്റവും കൂടുതൽ സമയത്തിന് വില കൊടുക്കുന്ന ദിവസമായിരിക്കും. അല്ലയോ? ആണോ അല്ലയോ? അത് എല്ലാവരും കല്യാണം സാധാ പോലെ ഞാൻ എന്റെ കല്യാണത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തു. സ്തോത്രം. ഏറ്റവും കൂടുതൽ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ദിവസമായിരിക്കും. അതേപോലെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ദിവസമായിരിക്കും, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമായിരിക്കും, ഏറ്റവും കൂടുതൽ നല്ല വസ്ത്രം ധരിക്കുന്ന ദിവസമായിരിക്കും. അല്ലയോ? അന്ന് വിശപ്പൊന്നും ഉണ്ടാവത്തില്ല. വിശപ്പെല്ലാം ഉണ്ടാവും. അന്ന് സന്തോഷവും ഭയവും. വിവാഹം എന്ന് പറയുന്ന ദിവസം വലിയ സന്തോഷവും ഭയവും. സ്തോത്രം. നമ്മള് സ്തോത്രം ഉള്ളത് നല്ല ഡ്രസ്സല്ല, പുതിയതായിരിക്കും എന്ന് പറഞ്ഞ് ഞായറാഴ്ച വരുമ്പോ ഇനി പുതിയ ഡ്രസ് ഇട്ടാട്ടേ ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞ ആരും വരാതിരിക്കണ്ട. സ്തോത്രം. ഉള്ളതിൽ ഏറ്റവും നല്ല വൃത്തിയോട് സ്തോത്രം അലലിയ മനസ്സോട് അമികലലിയ ധരിച്ചുകൊണ്ട് വരിക. അതല്ല ഇമ്പോർട്ടന്റ്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ കല്യാണ ദിവസം നമുക്ക് ഓരോരുത്തർക്കും മറക്കാൻ പറ്റാത്ത ദിവസമാണ്. അല്ലേ? മറക്കാൻ പറ്റാത്ത ദിവസം. അതേപോലായിരിക്കണം ഒരു സൺഡേയിൽ നമ്മൾ വരണം. ഒന്ന്, സന്തോഷത്തിന്റെ ദിവസമായിരിക്കണം സൺഡേ സർവീസ്. രണ്ട്, ഭയപ്പെടുന്ന ദിവസമായിരിക്കണം, ഏറ്റെടുക്കുന്ന ദിവസമായിരിക്കണം. മനസ്സും ശരീരവും ശുദ്ധിയുള്ള ദിവസമായിരിക്കണം. അത്രയ്ക്ക് ഒരുക്കത്തോടായിരിക്കണം ഒരു സൺഡേ ഒരു ദൈവമൈതൽ എവിടെ വരേണ്ടത്? സഭായോഗത്തിന്, പ്രാർത്ഥനയ്ക്ക് വരേണ്ടത്. സ്തോത്രം. എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കഴിഞ്ഞ 6 ദിവസം പോലല്ല, ഈ 7ാം ദിവസം ദൈവത്തിന്റെ സന്നിധിയിലെ യാഗമർപ്പിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദിവസം എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ ഇമ്പോർട്ടന്റോട് വന്നിരിക്കുന്നെങ്കിൽ നമ്മൾ പ്രാപിക്കും. വന്നിരിക്കുന്നെങ്കിൽ നമ്മൾ പ്രാപിക്കും. സ്തോത്രം. ഇല്ലയോ? എന്റെ കാല് വേദന എടുക്കുന്നു, എന്റെ കൈ വേദന എടുക്കുന്നു, എനിക്ക് ചുമയാ, എന്റെ കല്യാണം മാറ്റി വെക്കൂ. കാല് വേദനയാ, കൈവേദനയാ, ചുമയാ, സ്തോത്രം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് കല്യാണ ദിവസം മാറ്റി വെക്കൂ. കല്യാണ ദിവസം ഞാൻ പോയിരിക്കും. ഇനി എങ്ങനെയായാലും പോയിരിക്കും. എന്തുവാ? പോണ്ടതാ. എനിക്ക് ഇമ്പോർട്ടന്റ് ആയ ദിവസമാണ്. അതേപോലെ ദൈവസഭയ്ക്കകത്ത് ദൈവമക്കൾ ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവെങ്കിൽ, സഭയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവെങ്കിൽ, ആരാധനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായി ആ ദൈവത്തിന്റെ നന്മയും അനുഗ്രഹവും ആർക്ക് ലഭിക്കും? ദൈവമക്കളായി നമുക്ക് ലഭിക്കും. അതിനകത്തില്ല ഒരു മാറ്റവും ഇല്ല. സ്തോത്രം. ഞാൻ ഒരു ഉറപ്പോട് ഞാനൊരു കാര്യം പറയാം. കണ്ണുനീരോട് വിതച്ചിട്ടുണ്ടെങ്കിൽ അത് ആർപ്പോട് കൊയ്തിട്ടുണ്ട്.
നമ്മൾ വില കൊടുത്ത് കണ്ണുനീരൊഴുക്കി ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ആ സന്തോഷവും ജയഘോഷവും ആര് തരും? ദൈവം നമുക്ക് തരും എന്ന് സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം ഒരുപാട് വായിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനല്ല എഴുതിയതാ, പക്ഷെ ഞാൻ വായിച്ചപ്പോൾ ആത്മാവിൽ നിറഞ്ഞുപോയി. അതെങ്ങനെ എഴുതി? എങ്ങനെ നിറഞ്ഞുപോയി? സാക്ഷ്യം കേട്ടപ്പോൾ എങ്ങനെ നിറഞ്ഞുപോയി? മകളാമണി എങ്ങനെ നിറഞ്ഞുപോയി? ആത്മാവിൽ ആ ദൈവം ഇരുത്തി വായിക്കുന്നെങ്കിൽ ആത്മാവിൽ പ്രാപിക്കാൻ പറ്റും. അതേപോലെ തന്നെ ആത്മാവിൽ ആരാധിക്കുന്നെങ്കിൽ ആത്മാവിൽ നിന്ന് ചില വിടുതലുകളും ആർക്ക് പ്രാപിക്കാൻ പറ്റും? നമുക്ക് പ്രാപിക്കാൻ പറ്റും. സ്തോത്രം. ഞാൻ ഇതേണ്ടി പറഞ്ഞപ്പോ പറഞ്ഞ് 2 പേര് പടി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല കയറി വരുന്നത്. ഞങ്ങൾക്ക് അങ്ങോട്ട് താഴെ സഭ കിട്ടണം. താഴെ സഭ കിട്ടണമെന്ന് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ ഏത് സ്റ്റെപ്പും കയറാനുള്ള ആരോഗ്യയോട് ദൈവം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. താഴെ സഭ കിട്ടുന്നെന്ന് പറഞ്ഞ് രോഗിയായിട്ട് വന്ന് അവിടെ ഇരിക്കാനോ? രോഗിയായിട്ടിരിക്കാനല്ല. താഴെ സഭ കിട്ടിയാലും വിടുതലുകൾ നടക്കണം. ഏത് സ്റ്റെപ്പ് കയറാനും ഏത് രീതിയിലുള്ള ആരോഗ്യവും ദൈവം എനിക്ക് തരണം. ഈ പ്രാർത്ഥന കാണണം. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭ താഴെ ആവണം. കാര്യം എന്നെ പോലെ കഷ്ടപ്പെടുന്ന അനേകര് കാണും. കയറി വരാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. പക്ഷെ സഭ താഴെ വരണം. അത് പ്രാർത്ഥിക്കണം. അതിനോടൊപ്പം പ്രാർത്ഥിക്കണം. ദേവാലയത്തിനകത്ത് ഞാൻ ഇരിക്കുമ്പോൾ ആരോഗ്യം ബലത്തോടും വന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റണം. സ്തോത്രം. കാര്യം എന്തുവാ? ഒരു അസ്വസ്ഥതയും അതിനകത്ത് ഉണ്ടാവില്ലേ. ആരാധനയ്ക്കകത്ത് ഒരു തടസ്സവും ഉണ്ടാവില്ലേ. കല്യാണത്തിന് പോയി ഇരിക്കുന്ന അതേ സന്തോഷം, കല്യാണത്തിന് അതേ ഇരിക്കുമ്പോൾ അതേയുള്ള ഭയം, ഭീതി, അത് തീരുന്നത് വരെ എന്തായി തീരും അതേപോലെ ആയിരിക്കണം. സഭായോഗത്തിനകത്ത് മീറ്റിങ്ങിനകത്ത് വന്നിരിക്കുമ്പോൾ ദൈവമക്കൾക്ക് ഒരു വലിയ വാഞ്ച ഉണ്ടാവണം. ഇന്ന് എനിക്ക് ചിലത് പ്രാപിക്കണം. ഇന്ന് എന്റെ വിടുതലിന്റെ ദിവസമാ. ഓരോ ദൈവമക്കളും ഇങ്ങനെ ചിന്തിക്കണം. എന്റെ വിടുതലിന്റെ ദിവസമാ. എന്റെ കുടുംബത്തിന്മേൽ അത്ഭുതം ചെയ്യുന്ന ദിവസമാ. എന്നെ നിന്ദിച്ചവർ വേണ്ടി, പരിഹസിച്ചവർ വേണ്ടി, മുൻവിധിച്ചവർ വേണ്ടി ആ ചെങ്കല അഴിയുന്ന ദിവസമാ. ആ ചെങ്കലകൾ പൊട്ടിക്കുന്ന ദിവസമാ. ഒരു പുത്തൻ അനുഭവത്തിലേക്ക് ഞാനും എന്റെ തലമുറയും പുറത്തു വരാൻ പോകുന്ന ദിവസമാ. എന്റെ ഭാവിയെ ചൊല്ലി കരയുന്നു, എന്റെ ഭാവിയെ ചൊല്ലി അപമാനിക്കുന്നുവെങ്കിൽ എന്റെ ഭാവി നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറമായുള്ള ഭാവിയാ. എന്റെ ഭാവി വെച്ചിരിക്കുന്നത് എന്റെ ദൈവമാ. അത് ഞാനും എന്റെ കുടുംബവും പ്രാപിക്കും. എന്റെ തലമുറയെ കുറിച്ച് നിന്ദിക്കുന്നു, പരിഹസിക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവമില്ല, നീ ഓർത്തോ, നിന്റെ തലമുറ വിദേശത്തിന്റെ നന്മ പഠിക്കാൻ പോവുക. വിദേശ രാജ്യം നിനക്ക് അവകാശമാക്കി കിട്ടാൻ പോവുക. വിദേശ രാജ്യത്തിന്റെ നന്മ നിന്റെ കാൽക്കിന് കീഴിലേക്ക് ആക്കാൻ പോവുക. ആ രീതിയിലേക്ക് ചില മുൻവിധികളെ ഉടച്ചു മാറ്റാൻ പോവുക. ചില ഫ്യൂച്ചർ, മുന്നോട്ടുള്ള ഭാവി എന്തായി തീരുമെന്നുള്ള ചില ചിന്തകളെ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം ദൂത് വലിച്ചു പറയുക. അത് എടുത്തു മാറ്റാൻ പോവുക. ഇന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൂതുകൾ നീ നിന്റെ കുടുംബം പ്രാപിക്കും, നിന്റെ തലമുറകൾ പ്രാപിക്കും. അതിനെ ഒരു വ്യക്തിക്ക് മുൻപിരിക്കുവാൻ കഴിയത്തില്ല, പരിഹസിക്കുവാൻ കഴിയത്തില്ല. കാര്യം ഓരോ ഞായറാഴ്ചയും ഞാൻ പോയിരിക്കുന്നത് എനിക്ക് സ്പെഷ്യൽ ഡേയാ. എന്റെ വിടുതലിന്റെ ദിവസമാ. ചെങ്കലകൾ പൊട്ടുന്ന ദിവസമാ. ചെങ്കലകളെ പൊട്ടിക്കുന്ന ദിവസമാണെന്ന് ഇന്ന് പകലമോട്ട് ഓർക്ക്. എന്നെ സൺഡേ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് മുൻവിധി എന്ന് പറയുന്ന ചെങ്കല പൊട്ടിക്കാൻ പോവുക. നിന്ന എന്ന് പറയുന്ന ചെങ്കല പൊട്ടിക്കാൻ പോവുക. പരിഹാസം എന്ന് പറയുന്ന ചെങ്കല പൊട്ടിക്കാൻ പോവുക. ദൈവത്തിന്റെ ചില വാഗ്ദത്തത്തിന്റെ ദൂരിന്റെ കലവറ എനിക്കായി തുറക്കാൻ പോവുക. ഞാൻ കണ്ണുനീരോട് വിതച്ചതല്ല, ആർപ്പോട് കൊയ്യുന്ന രീതിയിലേക്ക് എന്നെ എന്റെ കുടുംബത്തെ ദൈവം മാറ്റാൻ പോവുക. ഇന്ന് പകലൊരു കാര്യം വിശ്വസിക്കുന്നത് ഏറ്റെടുക്ക്. അതികാലം ശത്രുക്കൾ കാണുക മേശയൊരുക്കുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ശത്രുക്കളെ പെണ്ണി തള്ളിയിടുന്ന ഒരു ദൈവത്തെയല്ല, മറ്റുള്ളവർക്കൊരു സംസാര വിഷയമാക്കി എറിഞ്ഞു കളയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. എന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തെ, എന്നെ മാറ്റുന്ന ഒരു ദൈവത്തെ, എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ, എന്റെ തലമുറയുടെ അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവത്തെ, പ്രാർത്ഥനകളെ, നിന്ദകളെ, ശാപങ്ങളെ എടുത്തു മാറ്റുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്.
മുൻവിധി തളർന്നു പോകുന്ന ഒരു ദൈവവൈതലിനെ അല്ല ദൈവത്തിന് വേണ്ടത്. മുൻവിധി നേരിടുന്ന ദൈവവൈതലിനെ ദൈവത്തിന് വേണ്ടത്. ആരെ പിടിച്ച്? യേശു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് മുൻവിധിയെ നേരിടുന്ന ഒരു ദൈവവൈതലെ സ്വർഗത്തിലെ ദൈവത്തിന് ആവശ്യമാ. ഇന്ന് പ്രിയ ദൈവവൈതൽ മുൻവിധി കേൾക്കുമ്പോൾ പതറിപ്പോകുന്നുവെങ്കിൽ, ചഞ്ചലപ്പെട്ടു പോകുന്നുവെങ്കിൽ, നീ ദൈവത്തെയാണ് പിടിച്ചിരിക്കുന്നത്, നീ പിശാചിനെ പിടിച്ചിരിക്കുന്നത്. ദൈവത്തെ പിടിച്ചിട്ടെങ്കിൽ മുൻവിധി എനിക്ക് സാരമല്ല, നിന്ദകൾ എനിക്ക് സാരമല്ല, പ്രതികൂലങ്ങൾ എനിക്ക് സാരമല്ല, രോഗങ്ങൾ എനിക്ക് സാരമല്ല, കഷ്ടങ്ങൾ എനിക്ക് സാരമല്ല, സാമ്പത്തിക പ്രതിസന്ധി എനിക്ക് സാരമല്ല. ഇതിനെല്ലാം ജയിക്കുന്ന ഒരു യേശു എന്റെ കൂടെയുണ്ട്. ആ യേശു എന്റെ നായകൻ, ആ യേശു എന്റെ നായകൻ. ഞാൻ സകലത്തെ ജയിച്ച് പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കരുതല ആർക്ക് വേണ്ടത്? ദൈവമക്കൾക്ക് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളെ അവികളിൽ ദൈവത്തിന്റെ വചനം വായിച്ചപ്പോൾ സ്തോത്രം, ഞാൻ സ്തോത്രം കുറെ നേരം ഇരുന്ന് ചിരിച്ചു, കുറെ നേരം ഇരുന്ന് സന്തോഷിച്ചു, കുറെ നേരം ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് ചിന്തിച്ചു പോയി. സ്തോത്രം. മിസ്രൈമിന് അടിമയായി കിടക്കുന്ന ഇസ്രായേൽ ജനം, ഇസ്രായേൽ ജനം പെരുകുന്നെന്ന് കണ്ടപ്പോൾ ആരോട് പറഞ്ഞതായി പെരുകുന്നു? അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്. നിന്റെ തലമുറ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോ, അല്ലെങ്കിൽ കടൽ തീരെ കിടക്കുന്ന മണ്ണിനെ നിനക്ക് എണ്ണിത്തീരുവാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോ. അത്രയ്ക്ക് നിന്റെ തലമുറ പെരുകും. ആര് പറഞ്ഞ ദൂത? യഹോവയ ദൈവം അബ്രഹാമിന് കൊടുത്ത ദൂത. പെരുകാൻ തുടങ്ങി. പെരുകുന്നത് എവിടാ? മിസ്രൈമിന്റെ അടിമത്തത്തിൽ കിടക്കുമ്പോഴാണ് പെരുകുന്നത്. സ്വതന്ത്രമായിട്ട് കിട്ടുമ്പോഴല്ല പെരുകിയത്, സ്വതന്ത്രമായിട്ട് കിട്ടിയപ്പോഴല്ല പെരുകിയത്. യോസേഫ് യാക്കോബിനെയും മറ്റു സഹോദരന്മാരെയും വിളിച്ചോണ്ട് വന്നപ്പോഴല്ല പെരുകിയത്. ആ സമയത്ത് പെരുകുന്നത് കുറച്ചെണ്ണമേ ഉള്ളായിരുന്നു, കുറച്ചുപേരേ ഉള്ളായിരുന്നു. 100 താഴെയുള്ള അന്നമേ ഉള്ളായിരുന്നു, 70 പേരേ ഉള്ളായിരുന്നു. പക്ഷേ പെരുകാൻ തുടങ്ങിയത് ഈ ഇസ്രായേലിനെ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് പെരുകാൻ തുടങ്ങിയത്. പ്രതികൂലത്തിന്റെ മധ്യല ഇസ്രായേൽ ജനത്തിന്മേലുള്ള വാഗ്ദത്തം, അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം എന്ത് ചെയ്യാൻ തുടങ്ങി? പെരുകാൻ തുടങ്ങി, നിവർത്തിയാക്കാൻ തുടങ്ങി. അപ്പോൾ ഇസ്രായേൽ ജനം പെരുകുന്ന കണ്ടപ്പോൾ മിസ്രൈമിന് ഭയമുണ്ടാവാൻ തുടങ്ങി. കാര്യം എന്തുവാ? ഈ ജനം ഞങ്ങളെ തട്ടിയുമുണ്ട്, എന്തെങ്കിലും ഇവർ തിരിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവർക്ക് അടിമയായി പോകും. അതിനവരെന്ത് ചെയ്തു? സ്തോത്രം, പീഡനങ്ങൾ ഇരട്ടിയാക്കി. ഒരു റെസ്റ്റ് പോലും കൊടുത്തിട്ടില്ല, റെസ്റ്റ് പോലും കൊടുത്തിട്ടില്ല. സ്തോത്രം. ഇപ്പൊ ചിലവര് വന്ന് പറയാ സ്തോത്രം തമാശക്കെല്ലാം പറയുന്ന പോലെ കൂട്ടിയാൽ മതി. ചിലവരെടുത്ത് എത്ര മക്കളുണ്ട്? 5 മക്കളുണ്ട്. ഇതായിരുന്നു പരിപാടി. അപ്പനും അമ്മയെ നോക്കിയിട്ട് ഒരു ചിരിയുണ്ട്. ഇതായിരുന്നു പണി. 5 മക്കളോ 6 മക്കളും ഇങ്ങനെയല്ലായിരുന്നു. പണ്ടത്തെ കാലത്ത് 13 മക്കളായിരുന്നു, ഇല്ലയോ? 8-9 മക്കളായിരുന്നു. അപ്പോഴേ ഈ തലമുറകൾ പെരുകുന്ന കണ്ടപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അത് ചിന്തിച്ചു. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തമാണ്. തലമുറകൾ പെരുകുന്ന കണ്ടപ്പോൾ മിസ്രൈം എന്ത് ചെയ്തു? പെരുകാനുള്ള അവസ്ഥ നിർത്താൻ നോക്കി. നിർത്തുന്നതനുസരിച്ച് കൂടാൻ നോക്കി. സ്തോത്രം. അപ്പോഴ് മിസ്രൈം രാജാവ് ഫറവോൻ പറഞ്ഞു, ഇവർക്ക് ഇരട്ടി ഇവർക്ക് ഒരു റെസ്റ്റ് കൊടുക്കല്ല. റെസ്റ്റ് കൊടുക്കുമ്പോഴാ തലമുറ പെരുകുന്നത്. എങ്കിൽ റെസ്റ്റ് കൊടുക്കല്ല. റെസ്റ്റ് കൊടുക്കാതിരുന്നപ്പോഴും തലമുറ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവോ? പെരുകിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഫറവോൻ അവന് റെസ്റ്റ് കൊടുക്കാതെ ഇസ്രായേൽ മക്കളെ അടിമത്ത ജോലി ചെയ്യുമ്പോഴും ഇസ്രായേൽ ജനം ഫ്രീയാണ്. അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടൊന്നും അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ. അവരുടെ കുടുംബജീവിതവും അവരുടെ കുടുംബങ്ങളും എല്ലാം എപ്പോഴും സന്തോഷവും. അതുകൊണ്ടാണ് പെരുകുന്നത്, തലമുറകൾ പെരുകുന്നത്. അതുകൊണ്ടാണ് അവർ ഹാപ്പിയാണ്. ഇന്ന് പ്രിയ ദൈവമക്കളെ, പുതിയ നിയമസഭയ്ക്കകത്ത് ജനിച്ച ദൈവമക്കളെ, നിനക്ക് പ്രതികൂലം കൂടുമ്പോ, പ്രയാസം കൂടുമ്പോ യേശു നിന്റെ പടകിലുണ്ടെങ്കിൽ നീ ഭാഗ്യവാനാണ്. യേശു പടകില്ലാത്തോണ്ട് അധികരണം പുറപുറത്തോണ്ടിരിക്കുന്നത്. ഈ പുറവുറുപ്പ് ആർക്ക് ഇഷ്ടമല്ല? കർത്താവിന് ഇഷ്ടമല്ല. പുറവുറുപ്പ് ഇഷ്ടമുള്ളത് പിശാചിനാണ്. പുറവുറുപ്പ്, നീ പുറവുറുക്കുമ്പോ അതിന്റെ അർത്ഥം നീ പിശാചിനുള്ളതാ, ദൈവത്തിനുള്ളതല്ല. ദൈവത്തിനുള്ളതായിരുന്നു നീ എന്ത് ചെയ്യത്തില്ല? അയ്യോ മിസ്രൈമിൽ ഇങ്ങനെ ഞങ്ങളെ പീഡിപ്പിക്കുന്നെന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിനകത്ത് ഒരു തടസ്സവും ഇല്ല. അവരെ എപ്പോഴും ഹാപ്പിയാണ്. തലമുറ ഉണ്ടായിരിക്കുന്നു.
ഉടനെ പറവോൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ പ്രസവം എടുക്കുന്ന സ്ത്രീകളോട് പറഞ്ഞു, അവർക്ക് പൈസ എല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഇസ്രായേലിലെ സ്ത്രീകൾ ജനിക്കുമ്പോഴേ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. അവള് കാണുന്ന മുമ്പ് എന്ത് ചെയ്തോ? കുഞ്ഞിനെ കൊന്നു കളഞ്ഞിരിക്കണം. ആ സ്ത്രീ എഴുന്നേറ്റ് വന്ന് കുഞ്ഞിനെ കാണുന്ന മുമ്പ് എന്ത് ചെയ്തോ? പ്രസവം ആകുമ്പോഴേ നിങ്ങളല്ലേ എടുക്കാൻ പോകുന്നത്, കൊന്നേക്കാം. അവളുമാര് ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് അവളുമാരത് ചെയ്തില്ല. അവളുമാരോടൊക്കെ സ്തോത്രം പറവോൻ ചോദിച്ചു, പിന്നെ കുഞ്ഞുങ്ങൾ ജനിക്കും, നിങ്ങൾ ഇത് ചെയ്യുന്നില്ലേ? എന്റെ കൽപ്പന ചെയ്യുന്നില്ലയോ? നിങ്ങൾക്ക് ഞാൻ പണം തന്നില്ലയോ? നിങ്ങൾ ചെയ്തൂടെ? അവര് പണവും മേടിച്ചിട്ട് എന്ത് ചെയ്തു? ഇസ്രായേലിലെ സ്ത്രീകളോടൊപ്പം അവര് നിന്ന്. കാര്യം അവർക്കറിയാം ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാ, ഇതിനെ തൊട്ടാ വിവരമായി. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരതിന് രാജാവ് പറഞ്ഞതിന് അനുകൂലമല്ലാതെ ഇസ്രായേൽ ജനത്തിന്റെ, ഇസ്രായേൽ സഹോദരിമാരുടെ കൂടെ അവർ നിന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ പറയുന്നു, അവരെ പ്രത്യേകിച്ച് ആ ജാതിയിലുള്ളവരെ, അല്ലെ അതിനുവേണ്ടി ഒരുക്കപ്പെട്ട സഹോദരിമാരെ യഹോവയെ ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം. അവരെന്ത് ചെയ്തു? ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് തടസ്സം നിന്നില്ല. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ ഒരുത്തനും അതിനെതിരെ തടസ്സം നിൽക്കാൻ പറ്റത്തില്ലെന്ന് പകരം വിശ്വസിക്കുക. ആ ഉറപ്പോട് നിൽക്കും. ദൈവം നമ്മളെ ജയം നൽകും. അത് കഴിയുമ്പോഴ് പറവോൻ പറഞ്ഞു, പറവോന് മനസ്സിലായി, അതും പറവോന്റെ പ്ലാനും പദ്ധതി തട്ടി. പറവോൻ പറഞ്ഞു, എന്ത് ചെയ്യും? ഇസ്രായേൽ ജനത്തിനകത്ത് ആൺകുഞ്ഞായി ജനിക്കുന്നവരെല്ലാം നദി കൊണ്ട് എറിഞ്ഞു കൊല്ലണം. പെൺകുച്ചികൾ നിന്നോട്ട് ആനകൾ കൊല്ലാൻ തുടങ്ങി. നദിയിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? എറിഞ്ഞു കൊല്ലാൻ തുടങ്ങി. അപ്പോഴാ ദൈവത്താൽ വിളിച്ചവൻ പുറത്തു വരുന്നു, ദൈവത്താൽ തെരഞ്ഞെടുത്തവൻ പുറത്തു വരുന്നു. ഇസ്രായേൽ ജനത്തെ ഈ ഫറവോന്റെ അടിമത്തത്തിന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി യോഗ്യതയുള്ളവനെ കർത്താവ് പുറത്തു കൊണ്ടുവരുക. അവനെ തൊടാൻ പറ്റുന്നില്ല. അവന്റെ പേരാണ് മോശ. സ്തോത്രം. ഞാൻ ഓർക്കുക, മോശയുടെ അമ്മയെ പോലെ ഭാഗ്യം ലഭിച്ച മറ്റൊരു സ്ത്രീ ഈ ലോകത്തിൽ കാണുന്നില്ല. ലോകത്തിൽ കാണുന്നില്ല. മോശ ജനിച്ചു, മോശയെ ഒളിപ്പിച്ചു വെച്ചു. ദൈവം ഉണ്ടെങ്കിൽ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും, കൂടെ ഉണ്ടെങ്കിൽ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും. ഞാൻ ഓർക്കുക, ഒളിപ്പിച്ചു വെച്ചു. കുഞ്ഞിനെ ഇനി അങ്ങോട്ട് വളർത്തിക്കൊണ്ടുവരാൻ പറ്റാതായപ്പോൾ സ്തോത്രം അവരെന്ത് ചെയ്തു? ഒരു ഞാണകപ്പെട്ടകം ഉണ്ടാക്കി നദിയിൽ കൂടെ ഒഴുക്കി വിടാൻ നോക്കി. എന്നിട്ട് അവര് ദൂരെ നോക്കി, ഈ കുഞ്ഞ് എവിടെങ്കിലും പോയി രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തിലാണ്. ഇവരെന്ത് ചെയ്തു? മോശെ നദി കൂടെ ഒഴുക്കി വിട്ടു. നദി കൂടെ ഒഴുക്കി വിട്ടപ്പോ മോശെ ആര് കണ്ടു? ഫറവോന്റെ മകള്, അവളെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരികളും കണ്ടു. ഫറവോന്റെ മകൾക്ക് ആരോട് സ്നേഹം തോന്നി? മോശയോട് സ്നേഹം തോന്നി. ആ കൊച്ചിനെ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോ ഫറവോന്റെ മോള് പറയുക, ഈ കുഞ്ഞിന് മുല കൂട്ടുവാൻ വേണ്ടി ഒരമ്മയെ വേണം, വാടകയ്ക്കെടു. മോശയുടെ അമ്മ തന്നെ വന്ന് മുല കൂട്ടുക. പൈസ മേടിച്ച് മുല കൂട്ടിയ ഒറ്റ സ്ത്രീ ഉണ്ടെങ്കിൽ അത് ആരാ? മോശയുടെ അമ്മയാണ്. ഇത് ഇത്രയും വലിയ ഭാഗ്യം വേറെ ഉണ്ട്. ഒരു സ്വന്തം മുന്നിന് മുല കൂട്ടുന്നതിന് പൈസ മേടിക്കും. ക്യാഷ് മേടിച്ച് മുല കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ഒറ്റ സ്ത്രീ ലോകത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശയുടെ അമ്മയാണ്. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു, ശത്രുക്കൾ കാങ്കെ മേശയൊരുക്കും. മുല കൂട്ടിക്കുമ്പോൾ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റും. കുഞ്ഞെവിടെ ഇരിക്കുന്നത്? അവരുടെ കുടിലല്ല ഇരിക്കുന്നത്, അടിമത്തിലല്ല ഇരിക്കുന്നത്. അടിമത്തത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഫറവോന്റെ കൊട്ടാരത്തിൽ രാജകുമാരനാട്ട ആര് വളരുന്നത്? സ്വന്തം മകൻ വളരുന്നത്. അവരുടെ കുലത്തിൽ ആർക്കും കിട്ടാത്ത ഭാഗ്യം ഇല്ലയോ? ഇതേപോലെ ദൈവമക്കളെ ദൈവം നമ്മളെ കരുതുന്നത്. സ്തോത്രം. ഇന്ന് പത്രത്തിൽ സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം. വാടക വീട് മാറി. ഒന്ന് ചിന്തിച്ചു നോക്ക്, പുറകുറുക്കാൻ തോന്നുന്നു. ചില പുറകുറുപ്പെല്ലാം വരും, ചില കഷ്ടങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും. അന്നെങ്കിലേ ആരെ വിളിക്കത്തുള്ളൂ? ദൈവത്തെ വിളിക്കും. ഞാൻ എപ്പോഴും പറയും, കഷ്ടം പൂർണ്ണമായി മാറിപ്പോവല്ലേ. കഷ്ടങ്ങൾ വന്നുകൊണ്ടിരുന്നാൽ മാത്രമേ ആരനുഗ്രഹിക്കത്തുള്ളൂ? ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. സ്തോത്രം. സ്തോത്രം. ഒരു 10 കൊല്ലത്തിന് മുമ്പേ, അല്ലെങ്കിൽ ഒരു 10-11 കൊല്ലത്തിന് മുമ്പേ നടന്നൊരു സംഭവം ഞാൻ പറയാം. സ്തോത്രം. ദൈവവേലയ്ക്ക് വേണ്ടി, സുശീല വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ കുടുംബമായി ഇറങ്ങി നിൽക്കുന്ന സമയം
സാമ്പത്തികമായ എല്ലാം ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നു? വട്ടപൂജ്യമായി നിൽക്കുന്ന സമയം. സ്തോത്രം. ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി പോയി, ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അത് EMI എടുക്കാൻ അന്നല്ല, EMI തുടങ്ങുന്നേ ഉള്ളൂ. EMI ഒന്നും അതിനു മുമ്പേ ഇല്ലായിരുന്നു. EMI തുടങ്ങുന്ന സമയത്ത് പോയി. ആ കടയിലെ ഓണറിന്, ആ കടയിലെ സ്റ്റാഫിനെല്ലാം എന്നെ അറിയാം. സ്തോത്രം. നമ്മൾ ചെന്നപ്പോഴും പറഞ്ഞു, EMI എടുക്കണം, EMI വേണോ? അല്ലാതെ എടുത്തിട്ടൂടെ. സ്തോത്രം. നമ്മളെ കുടുംബത്തെ അറിയാവുന്നുണ്ട്. ദൈവം ചോദിച്ചു, അല്ലാതെ എടുത്തൂടെ, എന്തിന് EMI ഇല്ല? പൈസോ? ഞാൻ പറയാം, ഞങ്ങള് 5 പേര് അവിടെ ഉണ്ട്. കുഞ്ഞുങ്ങളാണ് ഇവരെല്ലാം. EMIക്കകത്ത് ഞങ്ങളുടെ പേരടിച്ച് നോക്കുമ്പോൾ ഒരു സ്തോത്രം അല്ലെങ്കിൽ സ്ക്വയറും അല്ലെങ്കിൽ അത് എടുക്കുവാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. അവിടെ എല്ലാം വട്ടപൂജ്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും അതിന്റെ സ്റ്റാഫ് പറഞ്ഞു, ഒരിക്കലും ഇല്ല, അത് സിസ്റ്റത്തിന്റെ എന്തോ പ്രോബ്ലം. ഇവരെ നിങ്ങൾക്ക് അറിയത്തില്ല, ഇന്ന വീട്ടിലെയാ, ഇവർക്കൊരിക്കലും അങ്ങനെ പ്രശ്നം വരത്തില്ല, നോക്കട്ടെ. സത്യം പറയാമെങ്കിൽ ഒരു 1.5 മണിക്കൂറോളം അവർക്ക് സംശയം. പിന്നെ നോക്കുക. എനിക്കറിയാം, നമുക്ക് ബാങ്ക് ഇടപാടില്ല, മറ്റുള്ള ഇല്ല, എല്ലാം വട്ടപൂജ്യത്തിൽ. ഒരുപാട് ബാങ്ക് ഇടപാടി പ്രശ്നത്തിൽ കിടക്കുന്ന സമയം, കുരുക്കായി കിടക്കുന്ന സമയം, CC കടയ്ക്ക് ഒരുപാട് കുരുക്കി കിടക്കുന്ന സമയം. എനിക്കറിയാം ഇത് കിട്ടത്തില്ല. കാര്യം എന്തുവാ? നാണം കിടത്തേ ഉള്ളൂ. അന്ന് ചെക്കെല്ലാം കൊടുക്കണം. EMIക്ക് ഇത് മാത്രമല്ല, നമ്മൾ ചെക്കും എല്ലാം കൊടുക്കണം. ഇന്നൊന്നും കൊടുക്കണ്ട. ഞാൻ സത്യം പറയാൻ ആ കടയ്ക്കകത്ത് കയറിപ്പോയി. ഞാൻ ഓർത്ത്, അയ്യോ, അറിയാത്ത കടയിൽ കയറിയാൽ മതിയായിരുന്നു. അറിഞ്ഞ കടയിൽ കയറിയത് ഈ പ്രശ്നമായത്. അവർക്കൊന്നും നമ്മളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയും ഫണ്ട് ഇല്ലയോ? ഫണ്ട് അങ്ങനെ വരാതിരിക്കാൻ ചാൻസ് ഇല്ലല്ലോ. ഫണ്ട് ഉണ്ടല്ലോ ഇവർക്ക്. ഒരു ഫണ്ടും ഇല്ല. 1.5 മണിക്കൂർ ഞാനും എന്റെ കുടുംബം അവിടെ നിന്ന് കരഞ്ഞു പോയി. കരഞ്ഞു പോയി. പുറത്തിറങ്ങി. അവര് പറഞ്ഞു, ഈ സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് അല്ല, നിങ്ങളെ കംപ്ലൈന്റ് അല്ല, നിങ്ങൾക്ക് എന്തോ ഇതിനകത്ത് ഡോക്യുമെന്റ്. നാളെ ഒരു പയ്യൻ വരും, അവനാ ഇതിനെ കറക്റ്റ് ചെയ്യുന്ന. ആ പയ്യൻ വരണം. നമ്മൾ എങ്ങനെങ്കിലും വയ്യാൻ നിൽക്കുക, നാണം കെട്ടി നിൽക്കുക, വയ്യാൻ നിൽക്കുക. പുറത്തു വന്നു. ദൈവമക്കളെ, ഒരു 10 സ്തോത്രം. നമുക്കറിയാം നമ്മളെ വീഴ്ച കൊണ്ടാണ്, നമ്മുടെ വീഴ്ച കൊണ്ടാണ്. സ്തോത്രം. ഇന്ന് ഒരു 10-12 വർഷം ആ വിഷയം കഴിയും. ഇന്ന് നീ ഏത് കടയിൽ പോയി EMI നോക്കിയാലും, ഏത് ബാങ്കിന് നോക്കിയാലും ഓക്കെ. സ്തോത്രം. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാര്യം എന്തുവാ? സ്തോത്രം. ഓരോ ബാങ്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കും, ലോൺ വേണോ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ ഇന്ന് ഞെട്ടാറുണ്ട്. കാര്യം എന്തുവാ? ഒരു ഡോക്യുമെന്റ്സും വേണ്ട. ആര് മാറ്റി തന്നു? EMIയുടെ സ്കോർ കൂട്ടി തന്നു. ആര് കൂട്ടി തന്നു? സ്തോത്രം. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് പേർക്ക് സ്തോത്രമാരുടെ ഇടയ്ക്ക് നിന്ന് കൊടുത്തിട്ടുണ്ട്, എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം കറക്റ്റായിട്ട് അടച്ചപ്പോഴേ എന്റെ EMIയുടെ ലെവൽ അങ്ങ് മാറി. സ്തോത്രം. എന്റെ സ്ക്വയർ എല്ലാം, എന്റെ പോയിന്റ് എല്ലാം മാറി. ഇപ്പൊ ടോപ്പിൽ നിൽക്കുക. എവിടെ ഏത് സാധനവും മേടിക്കാൻ പറ്റും. ഇത് ആരാക്കി തന്നതാണ്? ഇതൊന്നും ഞാൻ എനിക്ക് വേണ്ടിയ സാധനമല്ല. ഇതെല്ലാം കറക്റ്റായിട്ട് അടിച്ച പിള്ളേരുണ്ട്. അവർ മേടിച്ച്, അവർക്ക് മേടിക്കാൻ പറ്റാത്തതിന് അവരെന്ത് ചെയ്തു? നമ്മളെ പേര് വെച്ച് എടുത്തതാ. സ്തോത്രം. ഇന്ന് ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോറിലേക്ക്, ടോപ്പ് ഇതിലേക്ക്, പോയിന്റിലേക്ക് ആര് കൊണ്ടുവന്നു? സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തിന് സാധനം മേടിക്കാൻ പോയപ്പോ, സ്തോത്രം, അവന് മേടിക്കാൻ പറ്റാത്തതിന് എന്നെ വിളിച്ചുകൊണ്ട് പോയപ്പോഴേ, സ്തോത്രം, എന്റെ നമ്പർ അടിച്ചപ്പോഴേ പറഞ്ഞു, ഓക്കെ, സാറിന് 2 ലക്ഷം രൂപ സാധനം എടുക്കാം, പറഞ്ഞാൽ മതി, ഇപ്പം വേണമെങ്കിൽ എടുക്കാം. സ്തോത്രം. അപ്പോൾ ഞാൻ എന്റെ ഉള്ളുകൊണ്ട്, ഞാൻ ഇതൊന്നും ഇവിടെ പറഞ്ഞതുകൊണ്ടാണ്, എന്റെ ഉള്ളുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. കാര്യം 12 വർഷത്തുകൊണ്ട് ഞാൻ നാണം കെട്ടെടുത്തുകൊണ്ട് എന്റെ ദൈവം എന്റെ കണ്ണുനീര് കണ്ട് മാറ്റിക്കൊണ്ട് തന്നതാണ്. ഇത് എനിക്ക് വേണ്ടിയല്ല, ദൈവം മറ്റുള്ളവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ച് മാറ്റിക്കൊണ്ട് തന്നു. അതേപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും ദൈവത്തിന് പ്രവർത്തിക്കാൻ എന്തില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒരാൾ എന്നോട് പറഞ്ഞേ, ഓക്കെയാ, എടുക്കുന്നുണ്ടോ, ലോൺ എടുക്കുന്നുണ്ടോ? എനിക്ക് ലോൺ വേണ്ട, ലോണിലുള്ളതൊന്നും ഇനി വേണ്ട. ഇനി ആര് തന്നാ മതി? എന്റെ കർത്താവ് എനിക്ക് തന്നാ മതി. കാര്യം ഞാൻ വട്ടപൂജ്യമാക്കി. എനിക്കുള്ള സ്തോത്രം കുടുംബ സ്വത്തുക്കളെല്ലാം ഞാൻ മേടിച്ചു. അത് മൊത്തം ഞാൻ കർത്താവിന്റെ വിലക്ക് ഇറക്കിയത്. ഒരു കാര്യവും എന്റെ ആയിട്ട് വേറെ ആക്കാൻ ഞാൻ കൊടുത്തിട്ടില്ല. എല്ലാം ദൈവവേലയ്ക്ക് കൊണ്ടുവന്നാവുന്നത്. അവിടുന്ന് എന്നെ വട്ടപൂജ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി പണിയുന്നതെല്ലാം ആര് മതി? എന്റെ ദൈവം പണിയുന്നത്. ഞാൻ ഇനിയൊരു
സ്തോത്രം. ഞാൻ ഇനി ഒരു വാഹനത്തിനകത്ത് പോയാൽ, ഞാൻ ഒരു സ്കൂട്ടിനകത്ത് പോയാൽ എന്റെ ദൈവം തന്നതാ. ഇതല്ലാതെ എന്റെ കഴിവ് കൊണ്ടോ എന്റെ ബന്ധം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ സ്വത്ത് കൊണ്ടോ എനിക്ക് ലഭിച്ചതല്ല. ആര് തന്നതാ? കർത്താവ് തന്നത് എന്ന് എനിക്ക് എന്ത് ചെയ്യണം? പറയണം, പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയാ കർത്താവ് എന്ത് ചെയ്തേക്കുന്നത്? ഒരു സാക്ഷിയോട് ഞാൻ പറയാം, എന്നിട്ട് എനിക്ക് വചനത്തിനകത്ത് സമയമില്ലെങ്കിലും 2 കാര്യങ്ങൾ പറയട്ടെ എന്ന് നിർത്തത്തോളൂ. ഒരു സാക്ഷിയോട് പറയാൻ കാര്യം, ഒരു 2 ആഴ്ചക്ക് മുമ്പേ സ്വന്തം സുനിതയോട് പറഞ്ഞ ഒരു സാക്ഷ്യമാണ് ഞാൻ പറയാം. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല കൊച്ചു തെങ്ങുകൾ, അച്ചാന, നല്ല അച്ചാന, എന്തു പറഞ്ഞാലും ഇരട്ടി ചെയ്യുന്ന അച്ചാന, നല്ല അച്ചാന, പ്രൈസ് തെങ്ങ് ഇപ്പോൾ അതിനകത്ത് നല്ല കരിക്കും. ഒരു ദിവസം ഞാൻ ഇറങ്ങി വന്ന് കുറച്ചേരം ഇങ്ങനെ നോക്കിയിട്ട് ആ കരിക്ക് നോക്കി. കരിക്കെന്ന് പറഞ്ഞാൽ അച്ഛൻ ഉൾപ്പെടെ വെട്ടിത്തരുന്നേ. അവിടെ എന്ത് കായ്ഫലം ഉണ്ടെങ്കിലും കൊണ്ടുതരുന്ന പ്രൈസോ കരിക്ക് കണ്ടു. ഞാൻ സുനോട് വന്ന് എനിക്കൊരു കരിക്ക് കുടിക്കാൻ ഭയങ്കര ആഗ്രഹം. ഒന്നും വേണ്ട, താഴെ ഇറങ്ങി വന്ന കരിക്ക് കടയും പ്രൈസോ. സുന വന്ന് ചോദിച്ചാലടുത്ത് നമുക്ക് ചോദിക്കാം കരിക്ക്. അവന് വേണ്ട, ചോദിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് താഴെ പൈസ കൊടുത്ത് പോയി മേടിക്കാം. ഞാൻ പൈസ കൊടുക്കാതെ ചോദിക്കാതെ കരിക്ക് എനിക്ക് വരും. അപ്പോഴ് സുനിത ഇടന്ന് അതെങ്ങനെ കരിക്കെല്ലാം വരുന്നേ? ഞാൻ നീ വെയിറ്റ് ചെയ്യും, കരിക്ക് വരും. 2 ദിവസം കഴിഞ്ഞപ്പോ, കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്നപ്പോ 3 കരിക്കുമായിട്ട് ഫതിൻ ചേട്ടൻ വന്നു. 3 കരിക്ക് കൊണ്ടുപോയി. കരിക്ക് വെച്ചിട്ട് പോയി കഴിഞ്ഞപ്പോ എന്നെ ഞെട്ടിപ്പോയി. 2 ദിവസം ഞാൻ പറഞ്ഞതാ കരിക്ക് വരുള്ളൂ. അപ്പൊ സുന്ദവന് താഴെ കടയിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒരു കരിക്ക് മേടിച്ചു കൂടി അത്രയ്ക്ക് കൊതിയാണെങ്കിൽ, അല്ലെങ്കിൽ ചോദിച്ചോട് പറഞ്ഞു ഞാൻ ഇതൊന്നും കൊടുക്കാതെ 1 രൂപ പോലും കൊടുക്കാതെ എനിക്ക് സാധനം ഇവിടെ വരും. ഒരു നിസ്സാര ആഗ്രഹം പോലും നമ്മൾ മറന്നാൽ നമ്മളോട് കണക്ക് വെച്ച് തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നിസ്സാരാഗ്രഹമാണ്. നിസ്സാരാഗ്രഹം. ആ കരിക്ക് കഴിഞ്ഞ് ഞായറാഴ്ച ഇവിടെ ഇരുന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അത് പോയി കഴിഞ്ഞപ്പോ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. കഴിക്കാന്ന് ചിലപ്പോ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും, എനിക്കത് കഴിക്കാനില്ല. അതിലപ്പുറത്തെ കാര്യമാണ് ദൈവം ചെയ്തത്. ഇതേപോലെ ദൈവമക്കൾ നമ്മൾ നിസ്സാരമായിട്ട്. അതുപോലെ ഞാൻ ഇവിടെ ചോദിക്കുമ്പോൾ എനിക്ക് സ്തോത്രം ഇവിടെ വന്നൊരു കരിക്ക് മേടിക്കാം, കുടിക്കാം. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു മേടിക്കല്ലേ. പക്ഷെ എനിക്ക് ആഗ്രഹം കുടിക്കണമെന്ന്. മേടിക്കല്ലേ, നീ 1 രൂപ പോലും കൊടുക്കാൻ എന്റെ കൈ കൊടുത്തില്ല. അത് ഞാൻ പറഞ്ഞു തീർന്നതിന് 2 ദിവസം കഴിയുമ്പോൾ സാധനം. ഇങ്ങനെയല്ല ചെയ്യുന്ന ഒരു കർത്താവിനെ വിട്ട് കർത്താവിനോട് കുറുകുറുക്കാൻ നമുക്ക് തോന്നുമോ? ഇന്ന് ദൈവമക്കളെ വിശ്വസിക്കും. സ്തോത്ര. കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞ കുഞ്ഞിനെ മുല കൂട്ടുന്നവരെ ശമ്പളം മേടിച്ച് മുല കൂട്ടുന്ന അമ്മ. ദൈവത്തിന്റെ പദ്ധതി നോക്കിക്കാണ്. ദൈവം നമ്മളെ കുടുംബത്തിനകത്തുനിന്ന് പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കുടുംബത്തിനകത്തും ദേശത്തിനകത്തും ബന്ധുമിത്രാദികളിൽ നിന്നും ആർക്കും ലഭിക്കാത്ത ഭാഗ്യത്തിലേക്ക്, ആർക്കും ലഭിക്കാത്ത ഏറ്റവും വലിയ ഭാഗ്യത്തിലേക്ക് ക്രിസ്തു അമ്മയുടെ ഉലത്തിൽ നമ്മൾ ഉരുവായപ്പോഴേ പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. ദൈവമക്കളെ, ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ, നീ ദൈവസന്നിധിയിലാണ് വന്നിരിക്കുന്നെങ്കിൽ, ക്രിസ്തുവിനെ നീ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു അതിന്റെ ഭവനത്തിന്റെ രക്ഷിതാവെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. നിന്റെ കുടുംബത്തിനകത്ത് ചെയ്യുവാൻ കർത്താവിന് 1 നിമിഷം മതി. നീ മറന്നുപോയാലും മറക്കാത്തൊരു ദൈവം, നിന്റെ ആഗ്രഹങ്ങളെ മാനിക്കുന്നൊരു ദൈവം, നിന്റെ ആഗ്രഹത്തിന്മേൽ അത്ഭുതം ചെയ്യുന്ന ദൈവം ഇന്ന് പകൽ വിശ്വസിക്ക്. ആ ദൂത് നിന്റെ കുടുംബത്തിനകത്ത് പ്രവർത്തിക്കുക. ഓർക്കുക ദൈവമക്കളെ, കർത്താവ് കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞു എന്തുവാ? വിശ്വാസം നിനക്ക് കടുവമണി പോലെ വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് പറ, കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ വീഴും. എങ്കിൽ ഇന്ന് പ്രിയ ദൈവമക്കളെ, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്നോട് ദൈവം പറഞ്ഞ ദൂതിനെ ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ദൈവം
പറഞ്ഞ ദൂതിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ നീ അത് ഏറ്റെടുത്ത് വിശ്വസിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, ആ ദൂതിന്മേൽ ദൈവം ഇന്ന് പകൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ ഒരു ദേവാസം വന്നപ്പോൾ പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന അത്ഭുതങ്ങൾ. എന്താ കാര്യം? കൂടുതൽ വിദ്യാഭ്യാസമൊന്നുമില്ല അവർക്ക്, കൂടുതൽ വിദ്യാഭ്യാസമൊന്നും അവർക്കില്ല. അവിടെ ഒരു അമ്മച്ചിയുണ്ട്, പറഞ്ഞിട്ടില്ലയോ? അമ്മച്ചി നടന്നു പോകുമ്പോൾ അമ്മച്ചി ചിലവരെ കാണുമ്പോൾ അമ്മച്ചി പറയും, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കും. അമ്മച്ചിയുടെ പുറമേ അദ്ദേഹം പോകും. അമ്മച്ചിക്ക് വേറെ ഒന്നും സുശീലം പറയാൻ അറിയത്തില്ല. അമ്മച്ചിയുടെ കൂടെ നേരെ ഹോളിൽ പോയിരിക്കും. സ്വന്തം അവൻ ശക്തമായ വിശ്വാസിയായി തീരും. കാര്യം എന്തോ അറിയാമോ? വിദ്യാഭ്യാസം കുറവാണ്. ഇവിടെ വിദ്യാഭ്യാസം കൂടിയതായി പ്രശ്നം. പെന്തക്കോസ്തുകാരുടെ ഇടയ്ക്ക് വിദ്യാഭ്യാസം കൂടിയത് ഡോക്ടറേറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴും, ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് ഡോക്ടറേറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അഹങ്കാരം തുടങ്ങി. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന്റെ വചനത്തിനകത്ത് നിന്റെ ബുദ്ധിയെ ചേർക്കല്ലേ. ദൈവവചനത്തിനകത്ത് നീ കീഴ്പ്പെട്ടോണം. നീ അറിവുള്ളവനാവും. ചിലപ്പോൾ നീ ഡിഗ്രി എടുത്തവനാവാ, നീ ഡോക്ടറേറ്റ് എടുത്തവനാവാ, പല വിഷയത്തിനകത്ത് നിനക്ക് വലിയ വലിയ കഴിവുള്ളവനാവാ. പക്ഷെ ദൈവത്തിന്റെ സന്നിധി നീ സറണ്ടർ ചെയ്തോണം. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാര്യമുണ്ട്. കൊറോണ വന്നപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു, കോവിഡ് വന്നപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുവാ? പല ഡോക്ടർമാരുടെ ബുദ്ധി അവിടെ തീർന്നു. അവര് പറഞ്ഞു, ഇതുവരെയും ഞങ്ങളുടെ ചിന്ത ഞങ്ങളുടെ കഴിവായിരുന്നു. ഇന്ന് മനസ്സിലായി അതിനപ്പുറത്ത് ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. പല ഡോക്ടേഴ്സും എന്നോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, പല ദൈവമക്കളായിട്ടുള്ള ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ ഞങ്ങൾക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന്. കാര്യമോ, ഞങ്ങളെ തേടി വരുന്ന പേഷ്യന്റുകൾ, ആൾക്കാരുടെ എണ്ണങ്ങൾ, ഞങ്ങളോട് ചോദിക്കുന്ന ഉപദേശങ്ങൾ, ഇതെല്ലാം കൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങളെ ഉള്ളത്തിനകത്ത് ഞങ്ങൾ കുറെ വർഷങ്ങൾ കൊണ്ട് പഠിച്ചതും കേട്ടതും ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന എക്സ്പീരിയൻസ് എല്ലാത്തിനോട് ഞങ്ങൾക്ക് വലിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ കോവിഡിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒന്നിനും മുട്ടുമുട്ടിയിരിക്കുന്നു. ഞങ്ങൾ പഠിച്ചത് കൊണ്ട് പറ്റത്തില്ല, ഞങ്ങൾ എക്സ്പീരിയൻസ് കൊണ്ട് പറ്റത്തില്ല. അതിനെല്ലാം അപ്പുറത്തൊരു ദൈവമുണ്ട്. ദൈവത്തിന് മാത്രമേ ഇത് മാറ്റുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ ഇതിനകത്ത് അത്ഭുതം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. എന്നങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു പോയി. കാര്യം എന്തുവാ? എന്റെ ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തി അത്ര വലുതാണ്. ഒരാളെ ബുദ്ധിയുടെ അപ്പുറത്തെ ആരുടെ പ്രവൃത്തി? ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് ഓർക്കുക ദൈവമക്കളെ, സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിക്കുക, സ്വന്തം മോനെ മുല കൂട്ടുവാൻ പൈസ കൊടുത്ത് മേടിക്കുക, മുല കൂട്ടുക, സ്നേഹിക്കുക, വാത്സല്യിക്കുക, ആ സന്തോഷത്തോട് പോവുക. അമ്മയ്ക്ക് പിന്നെയും ഭയങ്കര സന്തോഷം, അവിടെ കിടത്തിയിട്ട് പോയ സന്തോഷം. എന്തു കാര്യം? എന്തുവാ? രാജകൊട്ടാരത്തിലാണ് കിടക്കുന്നത്. എന്നെ പോലെ ദാരിദ്ര്യത്തിലല്ല കിടക്കുന്നത്. എന്റെ കുടുംബത്തിൽ എന്റെ എന്റെ ബാക്കിയുള്ള മക്കൾ കിടക്കുന്ന പോലെ ദാരിദ്ര്യത്തിലോ പ്രയാസത്തിലോ അല്ല കിടക്കുന്നത്. രാജകൊട്ടാരത്തിന്റെ അതിലെ രാജകൊട്ടാരത്തിന്റെ രാജാവിന്റെ പുത്രിയുടെ മകനായിട്ടാണ് അവൻ വളരുന്നത്. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇത്ര കരുതൽ ആരെ കുറിച്ച്? ദൈവം വിളിച്ച ദൈവമക്കളെ കുറിച്ച്. ദൈവം വിളിക്കാത്തവരെയല്ല, ദൈവം തെരഞ്ഞെടുത്ത ദൈവമക്കളെ. അപ്പൊ നമ്മൾ ഓരോരുത്തരും തെരഞ്ഞെടുക്കപ്പെട്ടവരാണോ? ദൈവത്തിന്റെ അമ്മയുടെ ഉദരത്തിലെ ഉരുവായപ്പോഴേ തെരഞ്ഞെടുക്കപ്പെട്ടവരാണോ? നമ്മളെ സ്വന്തക്കാർക്ക് പലർക്കും ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല. നമ്മളെ സുഹൃത്തുക്കൾക്ക് പലർക്കും ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല. നമ്മളെ ദേശനിവാസികൾക്ക് പലർക്കും ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല. എനിക്കും എന്റെ കുടുംബത്തിനും ഈ ഭാഗ്യം ലഭിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമല്ലയോ? അപ്പോൾ അത്രേ ദൈവം തെരഞ്ഞെടുത്ത ദൈവമക്കളെ ദൈവം കൈവിടുമോ? ഉപേക്ഷിക്കുമോ? വെറുക്കുമോ? ഒരിക്കലുമില്ല ദൈവമക്കളെ, ഒരിക്കലുമില്ല ദൈവമക്കളെ. എന്ന് ഓർക്കുക, 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ പറയുന്നു, ശത്രുക്കൾ കാങ്കെ നിനക്ക് മെഷ ഒരുക്കുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ എന്തുവാ? നിന്റെ ശത്രുവിനെ കൊണ്ടുപോലും നന്മ ചെയ്യിക്കുന്ന ഒരു ദൈവം. മനുഷ്യ സാക്ഷി പറഞ്ഞല്ലോ, ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഡോക്ടറെ കൊണ്ട് ആദ്യം നന്മ ചെയ്യിപ്പിച്ചത്. ആദ്യം നന്മ ചെയ്യും, മറക്കല്ലേ? ആദ്യം നന്മ ചെയ്യിപ്പിച്ച് ആരെയും കൊണ്ടാണ്? ജോലി ഇല്ലാതെ ഇരുന്നപ്പോ പോലും ചെലവിന് വരെ ഒരു പൈസ കൊണ്ട് കൊടുത്ത അത്രയ്ക്ക് സ്നേഹമായിരുന്നു. പ്രൈസലോ. ആരാ? ഈ ഫറവോന, അകത്തിന് ഫറവോനായിട്ടിരിക്കുന്ന സ്ത്രീയാ ഇതെല്ലാം ചെയ്തത്. പക്ഷേ ഇത് വെളിപ്പെട്ടതപ്പോഴാ
ദൈവത്തിന്റെ ദൂത് നിവർത്തിയായപ്പോഴാണ് വെളിപ്പെട്ടെ. 1 കൊല്ലം അതിനകത്ത് പീഡിപ്പിച്ചപ്പെട്ടുവെങ്കിൽ സ്തോത്രം, അവരുമായിട്ട് വേദന അനുഭവിച്ചുവെങ്കിൽ, അവരുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ പലയിടത്തും നാണം കെട്ടുവെങ്കിൽ, പരിഹസിച്ചുവെങ്കിൽ, ആ പരിഹസിച്ച് അപമാനിച്ചവരുടെ പെണ്ണിൽ തന്നെ ദൈവം മഞ്ജുഷിനെ മാനിച്ചു. അതേപോലെ തന്നെ ആ സ്ത്രീ സ്തോത്രം, മഞ്ജുഷിനെ എവിടെ അപമാനപ്പെടുത്തിയ എത്ര പേരുടെ പെണ്ണില്ല, അവിടെ എല്ലാം അവർ അപമാനപ്പെട്ടു. ഇനി അവരുടെ പേര് പോലും ആ ഹോസ്പിറ്റലിൽ പറയാൻ പറ്റുമോ? പിരിച്ചുവിട്ടതും രാജിവെച്ചു പോകുന്നതും വ്യത്യാസമുണ്ട്. ഇല്ലയോ? ഇതാണ് ദൈവം ഒരു പ്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം തരുമ്പോൾ ചില എതിർപ്പുകളെല്ലാം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാവും, ചില പ്രതികൂലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാവും. പക്ഷേ ആ പ്രതികൂലത്തിനോ എതിർപ്പിനോ നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. അതിനപ്പുറത്ത ദൈവത്തിന്റെ പദ്ധതി എന്ന് പകൽ തിരിച്ചറിഞ്ഞു. ആ പദ്ധതിക്കകത്ത് നിന്റെ പേര് നീക്കുന്നത്, എന്റെ കുടുംബത്തിന്റെ പേര് നീക്കുന്നത്, എന്റെ തലമുറയുടെ പേര് നീക്കുന്നത്, അതിനകത്ത് ഒരു ശത്രുവായ പിശാചിനും ബന്ധിക്കുവാൻ കഴിയത്തില്ലെന്ന് പകൽ തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽ തെരഞ്ഞെടുപ്പുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നീ എന്തിനാ ഭാരപ്പെടുന്നത്? എന്തിനാ നീ ഭയപ്പെടുന്നത്? ഈ യേശു നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോവുക. ഒരു സന്ത കഴിയുമ്പോൾ അടുത്തൊരു സന്തയ്ക്ക് വേണ്ടി ഞാൻ ഭയങ്കര ഒരുക്കമാ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, വിവാഹത്തിന് വരുന്നതിന്റെ കാട്ടി ഒരുക്കമാ, ഒരു കൺവെൻഷൻ സ്റ്റേജിൽ കയറുന്ന കാട്ടി ഒരുക്കമാ. കാര്യം എന്തോ, അത്രയും സമയം എനിക്ക് എന്റെ ദൈവജനത്തോടും ദൈവമക്കളോടും ഒപ്പം ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്ന സന്തോഷമാ. ആ സന്തോഷം ആർപ്പിന്റെ സന്തോഷമാ. അത് കണ്ണുനീരിൽ വിതച്ചത് കൊണ്ടാണ് ആർപ്പോട് ചെയ്യാൻ പറ്റുന്നത്, കൊയ്യാൻ പറ്റുന്നത്. ഇന്ന് നമ്മൾ എന്തെങ്കിലും വല്ല കണ്ണുനീര് വിതച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ചില വിഷയത്തിനകത്ത് കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൂതി പറയുക, നിങ്ങൾക്ക് ആർപ്പോട് കൊയ്യുന്ന ഒരു ദിവസമുണ്ട്, അനുഗ്രഹത്തോട് കൊയ്യുന്ന ഒരു ദിവസമുണ്ട്, ഒരു അനുഗ്രഹത്തിലും നിങ്ങളുടെ കുടുംബത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബന്ധിച്ചു വെക്കുവാൻ കഴിയില്ല. ബന്ധിച്ചു വെക്കുവാൻ കഴിയില്ല. ആ ദൈവത്തിന്റെ വാഗ്ദത്തം നൽകുന്നവനാണ്. സ്തോത്രം. ഒരു വാക്യം ഒന്ന് പെട്ടെന്ന് വഴി ഞാൻ 5 മിനിറ്റ് കൊണ്ട് നിർത്തി തരാം. സ്തോത്രം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം മുതൽ സ്പീഡായിട്ടൊന്ന് വായിച്ചു. പുറപ്പാട് 7-8 മുതലുള്ള വാക്യം. നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം, അത് ഒരു സർപ്പമായി തീരുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ പുത്രന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ശുദ്ധക്കാരെയും വിളിപ്പിച്ചു. ഇസ്രായേലി മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവർ ഓരോരുത്തർ താന്താന്റെ വടി നിലത്തിട്ടു, അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഒരു മിനിറ്റ്. ദൈവജനത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി മോശെ ദൈവം അയക്കുമ്പോൾ മോശയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അത്ഭുതത്തിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞാൽ ഫറവോന്റെ അടുത്ത് പോയി ചെയ്യാൻ പോകുന്ന അത്ഭുതത്തിന്റെ അടയാളം. എന്തുവാ? നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ താഴെ ഇടുമ്പോൾ അത് പാമ്പായി തീരും. നീ വീണ്ടും അതിന്റെ വാരി പിടിക്കുമ്പോൾ അത് നീ വടിയായി തീരും. ഈ അത്ഭുതത്തോടാണ് ആരെ അയക്കുന്നത്? മോശ ഇത് കണ്ടപ്പോഴാണ് ധൈര്യം ആയത്. ഈ ധൈര്യത്തോടാണ് ആരെ അയക്കുന്നത്? ഇന്ന് പിശാചിനോട് എതിർക്കുവാൻ പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയവനെ എന്ത് ചെയ്യും? ശത്രുവിനെ എന്ത് ചെയ്യും? ജയിക്കും. പാമ്പ് വന്നു ഫറവോന്റെ അടുത്തോട്ട് എന്ന് എന്ത് ചെയ്തു? ഇതിട്ടു. എന്തുവാ? ഫറവോ ഇത് കണ്ടപ്പോഴും ഫറവോനെ ചിരി വന്നു. ഇത് കൊള്ളാലോ. ഫറവോ ഭയപ്പെട്ടൊന്നുമില്ല. കർത്താവ് അതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞു, നീ ഇത് ചെയ്യുമ്പോൾ അവന്റെ ഹൃദയം ഞാൻ കഠിനമാക്കും, അവൻ വിശ്വസിക്കത്തില്ല. ഇതേപോലെ തന്നെ ഞാൻ ദൈവസന്നിധി അങ്ങോട്ട് ഉറച്ചു നിന്ന് അങ്ങോട്ട് ദൈവസന്നിധി അങ്ങോട്ട് ബലപ്പെട്ട് വരുമ്പോൾ എന്റെ ഹൃദയം കഠിനമാക്കുന്ന ചില വിഷയം എന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരും. ആരെയും മാറാൻ? ദൈവത്തിന് ഞാൻ മാറാൻ. പക്ഷെ ഞാൻ മാറിപ്പോവല്ലേ? ആരെ കണ്ടേ ഓടാവും? ദൈവത്തെ കണ്ടേ ഓടാവും. ഈ പ്രതികൂലത്തെ കണ്ട് നീ ഭയപ്പെട്ടു പോവല്ലേ? ഭയപ്പെടുവാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്, പ്രതികൂലത്തെ ജയിക്കുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. പാമ്പായി ഫറവോൻ പറഞ്ഞു കൊള്ളാം. ഫറവോൻ പറഞ്ഞ് അകത്തിരിക്കുന്ന മന്ത്രവാദികളെ വിളിക്കാൻ പറഞ്ഞു. ഫറവോന്റെ മന്ത്രവാദികൾ വന്നു. അവരിട്ട കമ്പ് 2 പാമ്പായി.
നീ ഒരു പാമ്പിനെയല്ലേ കണ്ടിട്ടുള്ളത്? ഞങ്ങളെ ആൾക്കാരിടും നോക്കിക്കോ. എന്നിട്ട് പിശാചിനും ചെയ്യാം ചില അത്ഭുത പ്രവൃത്തികൾ. സ്തോത്രം. ഇട്ടും 2 പാമ്പായി. പക്ഷേ മോശയിട്ട വഴിയുടെ പാമ്പ് എന്ത് ചെയ്തു? ഈ 2 പാമ്പിനെ മെഴുകി കളഞ്ഞു. മന്ത്രവാദിയുടെ ഒരു പ്ലാനും പദ്ധതി എവിടെ ജയിച്ചില്ല? ദൈവമക്കളെ കുടുംബത്തിനകത്ത് ജയിക്കത്തില്ലെന്ന് പകരം തിരിച്ചറിഞ്ഞോ? ഒരു ബാധ നിന്റെ കുടുംബത്തിനകത്ത് അടിക്കത്തില്ല, ഒരാപരാധം നിന്റെ കുടുംബത്തിനകത്ത് അടിക്കത്തില്ല. അവൻ ചില പ്രതികൂലങ്ങളെ കൊണ്ടുവരും. പക്ഷെ നിങ്ങളുടെ എഴുതിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്ന യേശുവിന്റെ പവർ അതിനെ വിഴുങ്ങിക്കളയും, അതിനെ നശിപ്പിച്ചു കളയും. അത് ഇട്ടതുപോലെ കാണാത്ത രീതിയിൽ അത് അവിടെ അങ്ങനെ ഇട്ടായിരുന്നു, അങ്ങനെ അത്ഭുതം അവിടെ നടന്നു എന്നുപോലെ കാണാത്ത രീതിയിൽ പിശാചിന്റെ പ്ലാനുകളെ പദ്ധതികളെ വിഴുങ്ങിക്കളയുന്ന ഒരു അധികാരത്തിന്റെ ശക്തിയാണ് എന്റെ മേലും നിന്റെ മേലും പകർന്നിരിക്കുന്നത്. ആ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട ഭവനത്തിനകത്ത് ശത്രുവായ പിശാചിന്റെ പ്ലാനോ പദ്ധതിയോ ജയിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്താമണി ആന്റി പറഞ്ഞ സാക്ഷ്യത്തിനകത്ത് പറഞ്ഞു, എന്ത് പറഞ്ഞു? സ്വന്തം ഒരു കുടുംബം വന്ന ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തോ ലഭിച്ചു. അവൻ കാലിന് നീരാണോ? കാലിന് നീരായാലും ദൈവം കൊടുത്ത വിടുതലിന്റെ സാക്ഷ്യം പറയാൻ നിന്ന എത്ര വലുതുണ്ട്. മണിക്കൂറുകൾ പറഞ്ഞാൽ തീരത്തില്ല, അത്രയ്ക്ക് നന്മകൾ ദൈവം ചെയ്തു കൊടുത്തിരിക്കുന്നത്. അവര് പറഞ്ഞു കളിയാക്കിയിട്ട് പോയി. പക്ഷേ അവരെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ കണ്ടപ്പോ അവരതിലും ഭീകരാവസ്ഥ. എന്തുവാ? എവിടെ പോയതാ? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ കയറി ചുരണ്ടിയിട്ട് പോയതാ, കളിയാക്കിയിട്ട് പോയതാ. സ്തോത്രം. അവർ വിശ്വസിക്കുന്ന ദൈവം എന്ത് ചെയ്യും? ഇപ്പം അവരെന്ത് ചെയ്തു? പൊള്ളലേറ്റ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ആമേ വിരൂപമായി കടന്നു വന്നിരിക്കുന്നു. ഞാൻ സ്വർണം ഊരിയാലും എനിക്ക് തേജസ്സേ ഉള്ളൂ. ഞാൻ ദൈവത്തിന് വേണ്ടി സ്വർണ്ണമല്ല ഊരി ആമേ തനി ബന്ധുക്കോസുകാരെ ആയിപ്പോ എന്റെ മുഖത്തിന് തേജസ് വന്നേ ഉള്ളൂ. ആമേ സ്വന്തം പ്രകാശം വന്നേ ഉള്ളൂ. നീ സ്വർണം ഊരിയത് വിരൂപമായിട്ട് വന്നിരിക്കുന്നു. കൊണ്ടുവന്നോ? ഇന്ന് പ്രിയ മക്കളെ, പിശാചി പറയും, പല കാര്യങ്ങളും കാണിക്കും, പല വിടുതലുകളും കാണിക്കും, ഇതിനകത്ത് വാ. പക്ഷേ അതിനെല്ലാം വിഴുങ്ങിക്കളഞ്ഞ ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയ എന്റെ മേൽ വ്യാപരിക്കുന്നെന്ന് പകല് തിരിച്ചറിഞ്ഞോളാം. എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ടിൽ പിശാച് കൊണ്ടുവരുന്ന ഏത് പ്ലാനിനെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇനി അതിനെ വിഴുങ്ങിക്കളയും. അല്ലാതെ പിശാച് കൊണ്ടുവന്ന പ്ലാനിന് മുമ്പിൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മുട്ടുകുത്തത്തില്ല. ആ മുട്ടുകുത്തുവാനല്ല ആര് വിളിച്ചിരിക്കുന്നത്? കർത്താവായ യേശു വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ആ ഉറപ്പ് ദൈവമക്കൾക്ക് ഉണ്ടാവട്ടെ. ഈ വചനം അടുത്ത ആഴ്ച ഞാൻ എടുക്കുന്നതായിരിക്കും. സ്തോത്രം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, കണ്ണുകൾ അടയ്ക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്ഥലിലേക്ക് ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് പകല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിയാവട്ടെ, ദൈവത്തിന്റെ ദൂതുകൾ നിവർത്തിയാവട്ടെ. ഓരോ കുടുംബത്തിനകത്തും ആ ദൈവത്തിന്റെ പ്രകാശം അങ്ങോട്ട് വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തിനകത്തും ദൈവത്തിന്റെ കൃപ അങ്ങോട്ട് വെളിപ്പെടട്ടെ. ആത്മാവിന്റെ ശക്തി ഇറങ്ങി വരട്ടെ, പരിശുദ്ധാത്മാവിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ ആലോചന ഓരോ കുടുംബത്തിനകത്തും കൊണ്ട് പൂർത്തീകരിക്കട്ടെ. വെളിപ്പെടട്ടെ കർത്താവേ. ഇന്ന് നിൽക്കുന്ന സ്ഥാനത്ത് ആ ദൈവത്തിന്റെ കൃപ അങ്ങോട്ട് വെളിപ്പെടട്ടെ. ആ കരമേൽ നിന്ന് കോർക്കട്ടെ. അടുത്തിരിക്കുന്ന എല്ലാം കൊണ്ട് കരകോർത്ത് ഒരു റൗണ്ടായിട്ട് വരട്ടെ. ആത്മാവിന്റെ പ്രവൃത്തി അങ്ങോട്ട് ഇന്ന് പകൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ദൂത് അങ്ങോട്ട് വെളിപ്പെടട്ടെ. ആത്മാവിന്റെ തീ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇന്ന് പകൽ ആത്മശക്തി അങ്ങോട്ട് വെളിപ്പെടട്ടെ. സഭയ്ക്കെതിരെയുള്ള വെല്ലുവിളികൾ മാറട്ടെ, ദൈവജനത്തിനെതിരെയുള്ള വെല്ലുവിളികൾ മാറട്ടെ. ഇന്ന് പകൽ ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ ഒരേ മനസ്സോട് പ്രാർത്ഥിക്കുക. ദൈവം ഞങ്ങൾക്ക് സഭയോട് തന്നേ പറ്റത്തുള്ളൂ. ദൈവമക്കള് കൂട്ട് സഹോദരന്മാര് വന്നേ പറ്റത്തുള്ളൂ. ദേശത്ത് സഭ മാനിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. സഭയിൽ വരുന്ന ഓരോ കുടുംബവും ദേശത്ത് അനുഗ്രഹപ്പെട്ടേ പറ്റത്തുള്ളൂ. എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ തെറ്റുകളോ ഞങ്ങളെ ആണെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഏറ്റു പറയുന്നു കർത്താവേ. അങ്ങനെ സന്നിധി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു കർത്താവേ. ഇന്ന് പകൽ ഞങ്ങൾ ക്ഷമിക്കണേ അപ്പാ. ഞങ്ങളുടെ അവസ്ഥകൾ മാറണേ അപ്പാ. ദൈവജനം അനുഗ്രഹപ്പെടട്ടെ. ഇന്ന് കൈകോർക്കുന്ന ഓരോ കുടുംബം അനുഗ്രഹപ്പെടട്ടെ. കൈകോർക്കുന്ന ഓരോരുത്തരുടെ ദൈവത്തിന്റെ ശക്തി അങ്ങോട്ട് ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആത്മാവിന്റെ പ്രവൃത്തി അങ്ങോട്ട് വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. ഓരോ കുടുംബത്തിലും ആ ദൈവത്തിന്റെ തീ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആത്മാവിന്റെ പ്രവൃത്തി ഇന്ന് പകൽ അങ്ങോട്ട് വെളിപ്പെടട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അറ്റത്തുനിന്ന് ദൈവത്തിന്റെ അഗ്നി അങ്ങോട്ട് ഇറങ്ങട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പേരിൽ ദൈവത്തിന്റെ മറുപടി
ഉണ്ടാവട്ടെ. ആരാധിക്കുന്ന വിഷയങ്ങളുടെ മേൽ മറുപടി ഉണ്ടാവട്ടെ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. സഭയുടെ വിഷയത്തിനകത്ത് മറുപടി തരുന്നതിനായി സ്തോത്രം. ദൈവമക്കളുടെ വിഷയത്തിനകത്ത് മറുപടി തരുന്നതിനായി സ്തോത്രം. ഹോള് ദൈവം ഒരുക്കി തരുന്നതിനായി സ്തോത്രം. ഹോള് ദൈവം തരാൻ പോകുന്നതിനായി സ്തോത്രം. ഗ്രൗണ്ട് ഫ്ലോർ ദൈവം തരാൻ പോകുന്നതിനായി സ്തോത്രം. അപ്പൊ ദൈവമക്കളെ തരാൻ പോകുന്നതിനായി സ്തോത്രം. സഭയുടെ ദൈവജനത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ദേശത്ത് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാ കുടുംബവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹപ്പെടാൻ കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കരങ്ങളോട്ട് ദൈവത്തെ സ്തുതിച്ച്, ആമേൻ. ദൈവത്തെ സ്തുതിച്ച്, സന്തോഷത്തെ ദൈവത്തെ സ്തുതിച്ച്. ഞങ്ങൾ ഏൽപ്പിക്കുന്നപ്പ ഞങ്ങൾ ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കാൻ പോവാം. ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓരോ കുടുംബത്തിനകത്ത് ഉണ്ടാവട്ടെ. ദൈവത്തിന്റെ ദൂത് ഓരോ കുടുംബത്തിനകത്ത്